വെറും ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് 25 വർഷത്തിലേറെ കാലം പ്രവർത്തിക്കുന്ന ആസ്പത്രിയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു വളർച്ച എന്നുള്ള രീതിയിലാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ആരോഗ്യരംഗത്ത് കൂടുതൽ മുന്നേറ്റം ലക്ഷ്യമിട്ട് EMS മെമ്മോറിയൽ ഹോസ്പിറ്റൽ പുതിയ അധ്യായത്തിലേക്ക്. ആശുപത്രിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 150 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 14-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആധുനിക ആരോഗ്യ സേവന രംഗത്ത് ശ്രദ്ധേയമായ ഇടം നേടിയ EMS മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് ആശുപത്രി രജത ജൂബിലിയോടനുബന്ധിച്ച് 150 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനമാണ് ഫെബ്രുവരി 14-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിലുപരി ആശുപത്രിയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള വിപുലമായ ഒരു ഉയർച്ച കൂടിയാണിത്. ബ്ലഡ് ബാങ്ക്, കമ്പോണന്റ് തെറാപ്പി സെന്റർ, അഡ്വാൻസ്ഡ് കാത്ത് ലാബ്, കാർഡിയോളജി ബ്ലോക്ക്, സ്പോർട്സ് മെഡിസിൻ സെന്റർ, അഡ്വാൻസ് എൻഡോസ്കോപ്പി ആൻഡ് ഗ്യാസ്ട്രോ എൻഡോളജി ബ്ലോക്ക്, ഫാർമസി വിഭാഗം, റേഡിയോളജി വിഭാഗം, മെഡിക്കൽ ലബോറട്ടറി, കോൺഫറൻസ് ഹാൾ, ഔട്ട് പേഷ്യന്റ് വിഭാഗം, ഇൻപേഷ്യന്റ് വിഭാഗം, മെഡിക്കൽ ലൈബ്രറി തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു വെറും ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് 25 വർഷത്തിലേറെ കാലം പ്രവർത്തിക്കുന്ന ആസ്പത്രിയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു വളർച്ച എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സംഘാടകരും ഭരണസമിതിയും ഷെയർ ഹോൾഡേഴ്സും നാളത്തെ ഈ പ്രോഗ്രാമിനെ കാണുന്നത്. അപ്പോൾ ഈ ആസ്പത്രി ഈ ഒരർത്ഥത്തിൽ വളർന്ന് വരുന്നതിൽ ഞങ്ങളെക്കാൾ ഏറെ സംഭാവന ചെയ്തവരാണ് നമ്മളെ പെരിന്തൽമണ്ണയിലുള്ള നിങ്ങളെപ്പോലത്തെ ഈ വാർത്താ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ. അത് ദീർഘകാലമായിട്ട് നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഈ കാര്യത്തിൽ എക്കാലത്തും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 35,000-ഓളം വരുന്ന ഷെയർ ഹോൾഡേഴ്സ് അവരാണ് ഇതിൻ്റെ 150 കോടിയോളം വരുന്ന മൂലധനം നമുക്ക് സംഭാവന തന്നിട്ടുള്ളത്. ബ്ലഡ് ബാങ്ക് ആൻഡ് കമ്പോണന്റ് തെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിക്കും. അഡ്വാൻസ്ഡ് കാത്ത് ലാബ് ആൻഡ് കാർഡിയോളജി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. സ്പോർട്സ് മെഡിസിൻ സെന്ററിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാനും നിർവഹിക്കും. EMS മെമ്മോറിയൽ ചാരിറ്റബിൾ മെഡിക്കൽ ട്രസ്റ്റ് ചെയർമാനും മുൻ MP-യുമായ A വിജയരാഘവൻ അഡ്വാൻസ്ഡ് എൻഡോസ്കോപ്പി ആൻഡ് ഗ്യാസ്ട്രോ എൻട്രോളജി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. കെട്ടിടത്തിന്റെ പൂർത്തീകരണത്തിനായി 150 കോടി രൂപയും ചിലവഴിച്ചിരിക്കുന്നത് 35,000-ഓളം വരുന്ന ഷെയർ ഹോൾഡേഴ്സ് ആണെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. ഇപ്പം നിലവിൽ പ്രവർത്തിച്ചു വരുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റികൾ ആയിട്ടുള്ള പിന്നെ നമ്മുടെ ഗ്യാസ്ട്രോ എൻട്രോളജി, കാർഡിയാക്, സർജറി ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ്, സ്പോർട്സ് മെഡിസിൻസ് തുടങ്ങിയിട്ടുള്ളത് കൂടുതൽ സൗകര്യങ്ങളോടെ അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതിൽ എല്ലാ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, മാൻ പവർ ഉൾപ്പെടെയുള്ളത് അഡീഷണലായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്കായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ വരുന്നത് പ്രത്യേകമായിട്ട് ബ്ലഡ് ബാങ്ക്. ഇപ്പോൾ ആസ്പത്രിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ബ്ലഡ് ബാങ്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പുതിയ ബിൽഡിങ്ങിൽ ബ്ലഡ് ബാങ്ക് ഉണ്ട്. കൂടാതെ വിദേശികളായ രോഗികൾക്ക് കൂടുതൽ മികച്ച രീതിയിലുള്ള ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനായി സ്വീറ്റ് റൂമുകൾ ഉൾപ്പെടെ കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു. പിന്നെ നമ്മൾ വിദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ രോഗികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് വരാറുണ്ട്. അവർക്കൊന്നും നമ്മളെ നിലവിലുള്ള ഒരു സൗകര്യങ്ങൾ പോരാ. അപ്പോൾ ആ രീതിയിലുള്ള സ്യൂട്ടുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ തന്നെ സാമ്പത്തിക സ്ഥിതി ഒക്കെ വലിയ രീതിയിൽ വളർന്നു വരുന്നതിന് അനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വലിയ രീതിയിലുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. EMS ഹോസ്പിറ്റൽ ചെയർമാൻ VP അനിൽകുമാർ, MLA-മാരായ KT ജലീൽ, മുഹമ്മദ് മുഹ്സിൻ, N ഷംസുദ്ദീൻ, മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി, മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, മുൻ മന്ത്രിമാരായ TK ഹംസ, നാലകത്ത് സൂപ്പി, മുൻ MLA V ശശികുമാർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖരും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർമാരായ നിഷി അനിൽ രാജ്, കെ ഉമേഷ്, ജനറൽ മാനേജർ എം അബ്ദുൽ നാസർ, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കൊച്ചു എസ് മണി, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജിമ്മി കാട്ടടി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രദേശത്തെ രോഗികൾക്ക് മികച്ച നിലവാരത്തിലുള്ള സമഗ്ര ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക എന്നതാണ് ആശുപത്രിയുടെ ലക്ഷ്യമെന്നും അധികൃതർ വ്യക്തമാക്കി. ചാനൽ 10 പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ 150 കോടി രൂപ മുതൽ മുടക്കി അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച രജത ജൂബിലി കെട്ടിട സമുച്ചയം ഫെബ്രുവരി 14 രാവിലെ 9:30 ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഈ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം.